Hi dears, I am Mubashira Farouk. In this video, we will see border grass അല്ലെങ്കിൽ hemigraphis repanda, star grass എന്നൊക്കെ plant വെച്ച് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് അതല്ലെങ്കിൽ ഒരു ഡിസൈൻ ഒരു പച്ചക്കലയാണ് ഇന്ന് നമ്മൾ സൃഷ്ടിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു പ്ലാന്റ് വെച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡിസൈനിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്ലാന്റ് ആണ് ഈ ബോർഡർ ഗ്രാസ്. നമ്മൾ ആഗ്രഹിക്കുന്ന ഡിസൈനിൽ നമുക്ക് ഇതിനെ മാറ്റിയെടുക്കാം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഒരു പോട്ട് മറിഞ്ഞ ഒരു ഡിസൈനിൽ അല്ലെങ്കിൽ ഒരു ഒഴുകുന്ന കല പോലെയാണ് നമ്മളിതിനെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ഒരു പൊട്ടിയ ചട്ടിയാണ് അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയേണ്ട പൊട്ടിയ ചട്ടികളൊക്കെ നമ്മൾ ഒഴിവാക്കി കളയുന്നതിന് പകരം അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ഐഡിയാസൊക്കെ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു പോട്ടിന് നമ്മളിവിടെ ഇങ്ങനെ ചെരിച്ച് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഹൈറ്റിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് അതിൻ്റെ താഴെ ഒരു കല്ലൊക്കെ വെച്ച് ഒന്ന് പൊക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ അവിടെയുള്ള മണ്ണ് കല്ലൊക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾ കുറച്ച് മണ്ണ് ഇട്ട് കൊടുക്കണം. അപ്പോൾ മണ്ണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് നല്ല അത്യാവശ്യം നല്ല മണ്ണ് എടുക്കുക. അതുപോലെ അതിലേക്ക് കുറച്ച് ചാണകപ്പൊടി അതല്ലെങ്കിൽ കുറച്ച് മറ്റെന്തെങ്കിലും ജൈവവളങ്ങളും പിന്നെ അല്പം കൊക്കോപ്പിറ്റും കൂടെ മിക്സ് ചെയ്തിരിക്കുന്ന മണ്ണാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ മണ്ണ് നമ്മളുടെ പോട്ടിൽ നന്നായിട്ട് നിറച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ എങ്ങനെയാണോ ഇത് ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ഡിസൈനിലേക്ക് നമ്മൾ ഇതിൻ്റെ മണ്ണ് നമ്മൾ ഫില്ല് ചെയ്ത് ആ ഒരു ഷേപ്പ് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഇതാ ഈ ഒരു ഡിസൈനിലാണ് നമ്മൾ ഇന്നത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു ലെവലിൽ നമ്മൾ മണ്ണ് ഫില്ല് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ബോർഡർ ഗ്രാസ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ ബോർഡർ ഗ്രാസ് നമ്മൾ ഇവിടെ ഞാൻ വേര് പിടിപ്പിച്ചെടുത്തതാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്നുണ്ടല്ലോ പിടിച്ച് കിട്ടാൻ. അപ്പോൾ ഓൾറെഡി പോട്ടിൽ വേര് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ ബോർഡർ ഗ്രാസിനെ നമുക്കിങ്ങനെ വേര് പിടിപ്പിച്ചെടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ നിങ്ങൾ കണ്ടു നോക്കണം മുഴുവനായിട്ട്. എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഇതിനെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. അപ്പോൾ അങ്ങനെ വേര് പിടിപ്പിച്ചെടുത്തിരിക്കുന്ന നമ്മുടെ പ്ലാന്റ് നമ്മൾ ഈ ഒരു ഡിസൈനിൽ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എത്രമാത്രം പ്ലാന്റ്സ് നമ്മുടെ കയ്യിലുണ്ടോ അതിനനുസരിച്ച് നമുക്കിതിനെ ഫില്ല് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ഏകദേശം നമ്മൾ ഈ ഡിസൈനിൽ പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡിൽ കുറച്ച് പെബിൾസ് ഒക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. കല്ലാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാസ്റ്റ് നമ്മുടെ വർക്ക് കഴിഞ്ഞപ്പോഴേക്കിന് ഈ ഒരു ഡിസൈനിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഗ്രോത്തിനനുസരിച്ച് ബാക്കി ഭാഗം കാണിക്കാം. ഒരു 4-5 ദിവസത്തിന് ശേഷം നമ്മുടെ പ്ലാന്റ് റെഡിയായി വന്നിരിക്കുന്നതാണിത്. ഒക്കെ തെളിഞ്ഞ് സെറ്റായിട്ടുണ്ട്. രണ്ടാഴ്ചയ്ക്ക് ശേഷം നമ്മുടെ പ്ലാന്റിൻ്റെ ഗ്രോത്ത് ഈ ഒരു ലെവലിലായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനെ കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്തെടുക്കുകയൊക്കെ ചെയ്യാം. ഈ ഒരു ടൈമിൽ നമുക്ക് എവിടെയെങ്കിലും ഫില്ല് ചെയ്യാതിരിക്കുന്ന ഭാഗങ്ങൾ അതല്ലെങ്കിൽ ഏതെങ്കിലും പ്ലാന്റ് കേടുവന്ന് പോയിട്ടുള്ള ഏരിയകളുണ്ടെങ്കിൽ ഗ്യാപ്പ് വന്നിട്ടുണ്ടെങ്കിൽ അവിടേക്ക് നമുക്ക് ഈ ഒരു പ്ലാന്റിൽ നിന്ന് തന്നെ ചെറിയ തലഭാഗം എടുത്തിട്ട് നമുക്ക് പിടിപ്പിച്ചു കൊടുക്കാം. അങ്ങനെ ഗ്യാപ്പൊക്കെ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ടൈമാണിത്. പിന്നെ നമുക്ക് ഇതിനേക്ക് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ട്രിം ചെയ്ത് നിർത്തുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പോഴാണ് ഈ പ്ലാന്റിന് എപ്പോഴും ഒരു ഗ്രീനിഷ് വരിക. അതല്ല എങ്കിൽ പ്ലാന്റിൽ ഫ്ലവർ വന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ട് കറുപ്പ് കളറിലേക്ക് ആ ഫ്ലവർ മാറി നിൽക്കും. അപ്പോൾ അതിൻ്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ നമ്മൾ എപ്പോഴും ഇതിൻ്റെ മുകൾ ഭാഗം കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നല്ല ഗ്രോത്ത് ഈ ഒരു പ്ലാന്റിന് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്കിതിനെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ട്രിം ചെയ്യലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടെ ബുഷിയായിട്ട് വരുന്നത് കാണാം. പിന്നെ നമുക്ക് ഇതിന് അത്ര വലിയ കെയറിങ് ഒന്നും വേണ്ട ആവശ്യമൊന്നുള്ള പ്ലാന്റ് അല്ല. സിമ്പിളാണ് ഇതിൻ്റെ കെയറിങ്. അപ്പോൾ ഞാൻ ചെറുതായിട്ടൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിൻ്റെ സൈഡിൽ വാൻഡറിങ് ജൂ വെച്ച് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ 2 സൈഡിലൂടെ വാൻഡ്രിജും ഇങ്ങനെ വളർന്നു വരുന്നത് കാണുമ്പോൾ ആ ഗ്രീൻ ഷെയ്ഡിലേക്ക് ഈ ഒരു പിങ്ക് ഷെയ്ഡ് കൂടെ വരുമ്പോൾ ഒരു ഭംഗി ഒന്നുകൂടെ കൂടുമെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് അതിനെയും കൂടെ ഒന്ന് സൈഡിൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യം പറയട്ടെ, ആരെങ്കിലും ഓൺലൈൻ വഴി പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു നഴ്സറിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, പ്ലാന്റ് നഴ്സറിയൊക്കെ. അപ്പോൾ ഓൺലൈൻ വഴി നിങ്ങൾ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുക്കാം. ആ നമ്പർ വഴി കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൺലൈൻ പ്ലാന്റ്സുകൾ ലഭിക്കുന്നതാണ്. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഈ ഒരു ലുക്കിലാണ് അപ്പോൾ നമ്മളുടെ ഒരു 2 ആഴ്ചയ്ക്ക് ശേഷമുള്ള നമ്മുടെ പ്ലാന്റിൻ്റെ ഗ്രോത്ത്. അപ്പോൾ നല്ലൊരു ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഫെർട്ടിലൈസേഴ്സ് ഇതിനിടയിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഈ ഒരു ബോർഡർ ഗ്രാസിനെ റൂട്ട് പിടിപ്പിക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഒരു ഗ്രോ ബാഗിൽ ഞാൻ ചെറുതായിട്ട് വെച്ച് കൊടുത്തിരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ട്രിം ചെയ്ത് കൊടുക്കുന്നുണ്ടല്ലോ, ആ സമയത്ത് കിട്ടുന്ന തലഭാഗങ്ങളൊക്കെ നമ്മൾ ചെറിയതെങ്കിലും കവറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പുതിയ പ്ലാന്റുകളാക്കി എടുക്കാം. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് റൂട്ട് ചെയ്യുന്നതിന് പ്ലാന്റ് എടുക്കുന്നത് നോക്കാം. ഇതുപോലെയുള്ള പീസുകൾ നമ്മളുടെ പ്ലാന്റിൽ നിന്ന് മുറിച്ചെടുക്കാം. ചെറിയ ചെറിയ പീസ് മതി. അത് നമ്മൾ ജസ്റ്റ് നമ്മൾ ഒരു മണ്ണിൽ കുത്തി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ആ പ്ലാന്റ് പിടിച്ച് നല്ലൊരു പ്ലാന്റായിട്ട് മാറും. അപ്പോൾ ട്രിം ചെയ്ത് കളയുന്ന ഭാഗങ്ങളൊന്നും വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിലൊക്കെ ഇതുപോലെ അതിൻ്റെ തലപ്പ് ഭാഗങ്ങൾ തൂമ്പുണ്ട് എങ്കിൽ അതൊക്കെ എടുത്തിട്ട് നമുക്ക് കവറിലോ ഒക്കെ മണ്ണിൽ വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പ്ലാന്റ് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈസി ഗ്രോത്താണ് നമ്മുടെ ബോർഡർ ഗ്രാസിന്. നല്ല ലുക്ക് തരുന്ന, ഗാർഡനെ നല്ല ഭംഗിയാക്കി നിർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് തന്നെയാണ് ബോർഡർ ഗ്രാസ്. അപ്പോൾ എല്ലാവരുടെ ഗാർഡനിലും ഈ ഒരു പ്ലാന്റിനെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നല്ല രീതിയിൽ കെയറിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പറായിട്ട് ഡിസൈൻ ചെയ്തെടുക്കാൻ പറ്റുന്ന അടിപൊളി പ്ലാന്റ് ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഗാർഡൻ റിലേറ്റ് ചെയ്ത അഭിപ്രായങ്ങൾ, ഡൗട്ടുകളൊക്കെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ, സീ യു, ടേക്ക് കെയർ.